ഇപ്പോഴൊരു പ്രധാനപ്പെട്ട വാർത്ത, കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റില്ല എന്നതാണ് ആ വാർത്ത. എംപിമാർ മത്സരിക്കേണ്ടതാണ് തീരുമാനം. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിക്കും. വിനിത വിജി ഡൽഹിയിൽ നിന്നും ആ വാർത്തകൾ ചേരുന്നു. വിനിത, അത് കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് നയിക്കാനിടയുള്ള തീരുമാനമാണോ, അതോ കെ സുധാകരൻ അടക്കമുള്ളവർ അനുനയപ്പെട്ട് ബാക്കി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള തീരുമാനമാണോ എന്നൊക്കെ വരും മണിക്കൂർ തെളിയിടും. പക്ഷേ ഹൈക്കമാൻഡ് വൈകിയ വേളയിൽ തീരുമാനമെടുക്കുന്നു, എംപിമാർ മത്സരിക്കേണ്ട, അല്ലേ വിനിത? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. നിലവിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് ഹൈക്കമാൻഡും സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ KPCC നേതൃത്വം ഈ നിലപാടിൽ തന്നെയായിരുന്നു ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. ഈ KPCCയുടെ നേതൃത്വത്തിന്റെ തീരുമാനം ഹൈക്കമാൻഡ് അംഗീകരിക്കും. എംപിമാർക്ക് നിലവിൽ സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് നൽകില്ല. ഇതിൽ കെ സുധാകരന് മാത്രമായി സീറ്റ് നൽകുകയാണെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അടൂർ പ്രകാശ് അടക്കമുള്ള മറ്റ് എംപിമാരുണ്ട്. ഇവർ ഇതിനോടകം തന്നെ മത്സര സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇവരെ കൂടിയൊക്കെ പരിഗണിക്കേണ്ടതായിട്ട് വരും. സുധാകരന് മാത്രം ഇളവ് നൽകുമ്പോൾ മറ്റുള്ളവർക്ക് ആ ഇളവ് ബാധകമല്ലാതെ വരുമ്പോൾ അത് വീണ്ടും പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് എംപിമാർ ആരും മത്സരിക്കേണ്ടതില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ തുടക്കം മുതലുള്ള നിലപാടിന് ഹൈക്കമാൻഡ് അംഗീകാരം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമഘട്ട ചർച്ചകൾ കൂടി നടക്കും. ആ ചർച്ചയിൽ കെ സുധാകരൻ അടക്കമുള്ളവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടിയാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും എംപിമാർക്ക് സീറ്റില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കെ സുധാകരന് സീറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നേരത്തെ കണ്ണൂരിൽ റിജിൻ മാക്കുറ്റിയുടെയും ഒപ്പം തന്നെ അമൃത രാധാകൃഷ്ണന്റെയും പേരുകളാണ് നിലവിൽ പരിഗണനയിലുള്ളത്. ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സുധാകരന്റെ ഒരു അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കടക്കം അന്തിമ തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുക എന്നാണ് അറിയാൻ. നേരത്തെ പറഞ്ഞു കണ്ണൂരിൽ കെ സുധാകരൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കാം എന്നടക്കമുള്ള ഓഫർ നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ അതിലും വഴങ്ങിയിരുന്നില്ല സുധാകരൻ. കണ്ണൂരിൽ 110% മത്സരിക്കും, അവിടെ ജയിക്കും എന്നടക്കം മാധ്യമങ്ങളോട് പറഞ്ഞാണ് കെ സുധാകരൻ. അപ്പോൾ ഒരു അനുനയ ഫോർമുല എന്നുള്ള നിലയ്ക്ക് കെ സുധാകരന് മുന്നിൽ വെക്കുന്ന ഓഫർ എന്താണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ വിനിത? ഹാഷ്മി, നിലവിൽ നമ്മൾ നേതാക്കളുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സുധാകരൻ ഇപ്പോഴും കണ്ണൂരിലെ ശക്തനായ കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുധാകരൻ ഒരിക്കലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല എന്നൊരു ഉറച്ച വിശ്വാസം നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനുനയ നീക്കം എന്നതിനപ്പുറം സുധാകരനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം പാർട്ടിക്കൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ സീറ്റ് ഉറപ്പിച്ചിട്ടേ പോകൂ എന്ന തരത്തിലൊരു കടും നിലപാട് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ സുധാകരൻ ഉണ്ടായിരുന്നത്. ഏതാണെങ്കിലും നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകളിൽ സുധാകരൻ അനുനയപ്പെടുമെന്നുള്ള ഒരു വലിയ വിശ്വാസം തന്നെയാണ് ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. നമ്മൾ പല നേതാക്കളുമൊക്കെയായി സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടിലേക്ക് കെ സുധാകരൻ എത്തില്ല എന്നൊരു ഉറപ്പ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തെ അനുനയ നീക്കത്തിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിക്കൊപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവരുടെ കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും നിലവിൽ എംപിമാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ഉറച്ചു നിൽക്കുകയാണ് നേതൃത്വം. ശിവഗിരി മഠം അടൂർ പ്രകാശിന് വേണ്ടി രംഗത്ത് വന്നിരുന്നു. എന്താണ് അവിടെ അടൂർ പ്രകാശിന് വേണ്ടി പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഈഴവ പ്രാതിനിധ്യം എന്ന ആവശ്യമൊക്കെ ചില ഘട്ടങ്ങളിൽ ഉയർത്തുന്നുണ്ടായിരുന്നു. അത് സുധാകരന്റെ കാര്യത്തിലാണെങ്കിലും അടൂർ പ്രകാശിന്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോഴും എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന സംസ്ഥാന തീരുമാനം അത് അതേപടി അതിന്റെ കോൺസിക്വൻസസ് എന്തുണ്ടായാലും നേരിടാം എന്ന മട്ടിൽ അതിന് അംഗീകാരം കൊടുക്കാനാണോ ഹൈക്കമാൻഡ് തീരുമാനം? അതിന്റെ ഫൈനൽ തീരുമാനം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അതിന്ന് പ്രതീക്ഷിക്കാവോ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായാൽ വിനിത? ഹാഷ്മി, ഉറപ്പായും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ശിവഗിരി മഠം അടക്കമുള്ളവർ അടൂർ പ്രകാശിനായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എംപിമാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് അടക്കം പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് അടക്കം പോകാനുള്ളൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും എംപിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ തന്നെ KPCC നേതൃത്വം എടുത്തിരുന്നൊരു തീരുമാനം. അത് ഈ കേരളത്തിലടക്കം തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും ജനങ്ങൾക്കിടയിൽ നൽകുക എന്ന നേതൃത്വം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതേ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ കൂടിക്കാഴ്ചയിലും രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയും ഒക്കെയായി ഇന്നലെ നേതാക്കൾ വീട്ടിലെത്തി കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയിലും അതേ നിലപാട് തന്നെ നേതൃത്വം മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പൊതുവായൊരു നിലപാടിലേക്ക് എംപിമാർ നിലവിൽ മത്സരിക്കേണ്ടതില്ല എന്ന പൊതുവായ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിലേക്ക് ഹൈക്കമാൻഡ് അംഗീകാരം നൽകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ചർച്ചകൾ ഇന്നും തുടരുമെന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് ചർച്ചകൾ
അന്തിമഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കും. ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഒരു ആദ്യഘട്ട പട്ടിക ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം രാവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. 10:30-ക്കാണ് യോഗം ചേർന്നത്. ഏറെക്കുറെ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനമായി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എംപിമാർ ആരും മത്സരിക്കേണ്ടതില്ല. ഈ മണ്ഡലങ്ങളിൽ എംപിമാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്താമെന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനം. 8:45 കെ സുധാകരൻ ഡൽഹിയിലേക്ക് എത്തും. ശേഷം അദ്ദേഹം രാഹുൽ ഗാന്ധിയും ഒക്കെയായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും കണ്ണൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.